മലയാളത്തിന്റെ സ്വന്തം നായിക അല്ലേ? അതെ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? നിഖില വിമൽ, വെൽക്കം ടു ദി ഷോ. ഈ ചൂടുകാലത്ത് കണ്ടിട്ട് ചൂടെടുക്കുള്ളൂ എനിക്ക്. ജാക്കറ്റ് പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ചൂടെടുക്കില്ല അങ്ങനെ പെട്ടെന്ന്. ചൂടുകാലത്ത് എന്താ എവിടെ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ കോസ്റ്റ്യൂം? ആരാ സ്റ്റൈലിസ്റ്റ്? അതെന്താ വെച്ചാല് കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാനേ സത്യം പറഞ്ഞ വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അമ്മൂമ്മ ശാലം ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു. അഞ്ചാം പാതിരയില എനിക്ക് ലാസ്റ്റ് വന്ന് എന്താ പറയാ ധോനിയുടെ പോലെ ഫിനിഷ് ചെയ്യണ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടർ ശരിക്കും ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ് ആ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്? ആ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്തതല്ല, എന്നെ ആ സിനിമയിലേക്ക് അവര് ചൂസ് ചെയ്തതാണ്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സകലകലാ വല്ലഭയാണ്. ഞാനോ? അല്ല, ഒട്ടുമല്ല. അവനവനെ കുറിച്ചൊരു വിശ്വാസക്കുറവുണ്ടല്ലേ? ആത്മവിശ്വാസക്കുറവ്. വരക്കില്ല, പാട്ടുപാടില്ല, ഡാൻസ് ഉണ്ട്, അഭിനയം. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. വേറെ ഏതൊക്കെ കലയുണ്ട്? വേറെ വര പറഞ്ഞു. പിന്നെന്താ പറയാ, സ്പോർട്സ്. അത് ഞാൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എടാ പോടാ, നിർത്തി പോടാ. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സുകൾ എടുക്കാറുണ്ടോ പേഴ്സണലി? ഇല്ല. ഇഗ്നോർ. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. ഈ പ്രായം തോറും ബർത്ത്ഡേ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതും ആയിരിക്കും. എനിക്ക് പ്രായമായി എന്നാണോ പറഞ്ഞിരുന്നത്? അതെ, വളരെ മോശമായി പോയി. കല്യാണ സങ്കല്പങ്ങൾ ഇല്ല. ഏതെങ്കിലും 3 കല്യാണ സങ്കല്പങ്ങൾ ഇല്ല? പ്ലാനിങ് ഇല്ല? ഇല്ല. എന്റെയോ കല്യാണോ? എന്നെ ആര് കെട്ടാനാ? പ്ലാൻ ചെയ്യുമ്പോ ഞാൻ പറയാം. ആണോ? ഭയങ്കര. ഗോസിപ്സ് ഓർ ട്രോൾസ്? ട്രോൾസ്. ഞാൻ കൃതാർത്ഥനായി. എൻജോയ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ടും. കാണാറുണ്ടോ ഇങ്ങനെ ട്രോൾ വീഡിയോസ് ഒക്കെ വരുമ്പോ? എന്റെ ട്രോൾ വീഡിയോ അധികം വന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര പാവമാണോ? ശരി, അല്ല. സൂക്ഷിക്കണം കേട്ടോ. സിംഗിൾ ഓർ കമ്മിറ്റഡ്? സിംഗിൾ. റെഡി ടു മിങ്കിൾ? നോ. നാഹി എന്ന് പറഞ്ഞാൽ നാഹി, പോടോ ഹേ. ഒട്ടുമല്ല. അതിനെ കുറിച്ചൊന്നും വിട്ടുവിട്ട് പറയുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണേ? അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണേ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ.